ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളും നമ്മോടൊപ്പം എന്നും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഇവയെല്ലാം തന്നെ ഈ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് മാത്രമേ ഉതകുകയുള്ളൂ. തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനോ ബുദ്ധിക്ക് തെളിച്ചം കിട്ടാനോ ആത്മാവിനെ അറിയാനോ ഇവ ഒന്നും സഹായകമല്ല. ഇവ ദേഹരക്ഷയ്ക്ക്. പക്ഷേ ദേഹരക്ഷ ഉണ്ടായാൽ മാത്രമേ ആത്മരക്ഷയ്ക്ക് സുസാധ്യമാവുകയുള്ളൂ. ഈ ദേഹമുണ്ടെങ്കിലേ ഇതിലിരുന്നു കൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ മേന്മ. അതുകൊണ്ടാണ് മറ്റുള്ളതിനെ നാം ഇത്രയധികം മാനിക്കാൻ കാരണം. അതുകൊണ്ട് ഒരു നാളിവയൊക്കെ വിട്ടു നാം പിരിയേണ്ടവരെന്ന വാസ്തവം അറിയുന്നവർ നമ്മളെങ്കിലോ പരമാശ്വാസമേവർക്കുമേകണം. നമ്മൾ എപ്രകാരം ജീവിക്കണമെന്ന് വെളിവാക്കി തരുകയാണ്. ഒരു നാളിവയൊക്കെ വിട്ടു നാം. ഇവിടെ നാം എന്തെല്ലാം വാരിക്കൂട്ടുന്നുവോ അവയെല്ലാം തന്നെ ഒരു ദിവസം നമ്മൾ ഉപേക്ഷിക്കണം. നിഷ്കരണം ഇവ ഒന്നും നമുക്ക് ഉതകുന്നതല്ല. ഇവിടെ ഒരു പയ്യൻ വായിൽ ക്യാൻസർ വന്ന് വലിയ ഒരു മുഴ, അസഹ്യമായ വേദന, വിശപ്പുണ്ട്, ദാഹമുണ്ട്, വായിലൂടെ ഒന്നും ഇറക്കാൻ സാധിക്കുന്നുമില്ല. ആളുകൾ ഇദ്ദേഹത്തെ കണ്ട് പരിതാപം തോന്നി പൈസ ഇഷ്ടം പോലെ കൊടുക്കും. ഇവരെല്ലാം വന്നു പോയപ്പോൾ തൻ്റെ തലയിണ കീഴിൽ സംഭരിച്ചു വച്ചിരുന്ന നോട്ടുകളെല്ലാം ഒന്ന് നോക്കി ആ ചെറുപ്പക്കാരൻ അവയെല്ലാം വലിച്ചെറിഞ്ഞു. എന്തിനാണ് ഈ നോട്ടുകൾ? ഒരു തുള്ളി വെള്ളം കുടിച്ച് അല്പം ഭക്ഷണം കഴിച്ച് വിശപ്പടക്കാൻ സാധിക്കാത്ത ഈ നോട്ടും കെട്ടുകളെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന്. നമുക്ക് പണമുണ്ട്, ആ പണം ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ആരോഗ്യം വേണം. കഴിക്കണമെങ്കിൽ നമ്മുടെ വായും വയറും ആവശ്യം പോലെ ഉപയോഗിക്കാൻ സാധിക്കേണ്ടതല്ലേ? അത് സാധിക്കാതെ വരുമ്പോൾ പിന്നെ ഇവ കൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത് എന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? വാസ്തവത്തിൽ അതൊരു പരമസത്യമല്ലേ. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊന്നും തന്നെ നമുക്ക് ഉതകാത്ത ഒരു സമയം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നാം വളരെ കാര്യമായി കരുതുന്നവയെല്ലാം നമ്മിൽ നിന്ന് അകന്നകന്നു പോകും. അതകന്നു പോകുമ്പോൾ നാം ദയനീയമായി നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ഇവയൊന്നും നമുക്ക് സമാധാനത്തിന് കാരണമായി ഭവിക്കാത്ത സന്ദർഭങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാവും. അതിനാൽ നാം പരമ ആശ്രയമായി കാണേണ്ടത് സർവേശ്വരനെയാണ്. ആ സർവേശ്വരനെ ഓരോ ജീവജാലങ്ങളിലും കണ്ട് അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കുമ്പോൾ നമുക്കും അത് ചെറിയ ഒരു ആശ്വാസം ഉണ്ടാവുന്നതാണ്. അതാണ് ഒരു നാളിവയൊക്കെ വിട്ടു നാം പിരിയേണ്ടവരെന്ന വാസ്തവം അറിയുന്നവർ നമ്മളെങ്കിലോ പരമാശ്വാസമേവർക്കുമേകണം. ഹരേ കൃഷ്ണ.